ഇതെന്തൊരു മഴ പുറത്ത്. കളക്ടർ ലീവ് തന്നപ്പോ ഞാൻ വിചാരിച്ചത് നമുക്ക് കളിക്കാൻ പറ്റുന്ന. അത് ശരിയാ. സാധാരണ റെഡ് അലേർട്ട് എന്ന് പറയുമ്പോ ഇവിടെ നല്ല വെയിലല്ലേ ഉണ്ടാവല്ലേ. മുറ്റത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റുന്നില്ല. എന്തൊരു മഴ. ഒരാളെ നോക്കി എന്ത് സുഖമായിട്ട് കിടന്നുറങ്ങുന്നേ. നമുക്ക് എന്തെങ്കിലും കളിച്ചൂടെ? അതിന് നമ്മൾ രണ്ടാളും മാത്രം എന്താ കളിക്കുക? നമുക്ക് ചേച്ചിനെ വിളിക്കാം. നല്ല ഉറക്കത്തിലാ. വിളിച്ചാ വഴക്ക് വെക്കോ? ഞാൻ ചേച്ചിനെ വിളിക്കാം. കിളി 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 കിളി. എന്താ ചിന്നു ഇത്? എന്തിനാ നിക്കളിയാക്കുന്നേ? ഒന്ന് സമാധാനത്തിൽ കിടക്കാൻ വിടില്ലല്ലോ. ചേച്ചി നമുക്ക് എപ്പോഴെങ്കിലും കിടക്കാമല്ലോ. ഇപ്പൊ വാങ്ങി നമുക്ക് കളിക്കാം. നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ നിങ്ങൾ കളിച്ചോ. എന്നെ ഉറങ്ങാൻ വിട. ഇന്ന് ലീവല്ലേ? ആഹാ, എന്നാ പിന്നെ ഇനി ചേച്ചി കളിക്കാൻ വെച്ചാൽ ഞങ്ങൾ വരില്ല. അല്ലേടാ ഉണ്ണി? ചേച്ചിയും കൂടെ ഒന്ന് വാങ്ങേ. ഞങ്ങൾ രണ്ടാളും മാത്രം എന്ത് കളിക്കാനാ? ഞാനും വരാം. ചേച്ചി സത്യമായിട്ട് ഞങ്ങളുടെ കൂടെ കളിക്കാൻ വരും? എനിക്ക് കിടന്നാലും ഉറക്കൊന്നും കിട്ടില്ല. ആ ഉറക്കത്തിന്റെ ഫ്ലോ അങ്ങ് പോയി. പിന്നെ അധികം ഒച്ചപ്പാടൊന്നുമില്ലാത്ത കളി കളിക്കാം. ആരെ വന്നിട്ടുണ്ടല്ലോ. അത് പോസ്റ്റ്മാൻ വല്ല കത്തുകൊണ്ട് വന്നായിരിക്കും. മോനെ ഇപ്പൊ വന്നേ. അവരാ മുറിയിലുണ്ട്. മോൻ അങ്ങോട്ടേക്ക് കയറിക്കോ. മൂന്നാളാ മുറിയിൽ തന്നെയുണ്ട്. അല്ല ആഷി, നീയോ? നീ എങ്ങനെ എത്തി ഇവിടെ? മഴയല്ലേ, വീട്ടിലിരുന്ന് ബോറടിച്ചപ്പോ ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ചു. ഈ മഴയത്ത് നീ തന്നെയാണോ വന്നേ? അല്ല, എന്റെ ആന്റി എന്നെ കൊണ്ടാക്കിട്ട് പോയതാ. എന്തായാലും നീ കറക്റ്റ് സമയത്താ വന്നേ. ഞങ്ങൾ എന്തെങ്കിലും കളി കളിക്കാൻ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് കളിയാ നമ്മൾ കളിക്കുന്നേ? എന്താ കളിക്കണ്ടേ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇന്നലെ ഇവിടെ കള്ളം കയറിയതല്ലേ, അതുകൊണ്ട് നമുക്ക് കള്ളനും പോലീസും കളിക്കാം. അത് നല്ല ഐഡിയ. പക്ഷെ ആര് പോലീസാകും? അല്ല, നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? അത് ഇന്നലെ ഈ വീട്ടിൽ കള്ളം കയറി. പക്ഷേ കള്ളനൊന്നും കൊണ്ടുപോയിട്ടില്ല. കള്ളനെ പോലീസ് കൊണ്ടുപോയി. എന്നോട് എന്റെ ഉപ്പ പറഞ്ഞിന് കള്ളം കയറിയ കാര്യം. പക്ഷെ നിങ്ങളുടെ വീട്ടിലെ കയറിയെന്ന് എനിക്കറിയില്ലായിരുന്നു. അതെങ്ങനെ നിന്റെ ഉപ്പ പറഞ്ഞേ? ചിലപ്പോ രാത്രി പോലീസ് ജീപ്പ് കണ്ടിട്ടുണ്ടാവും. അല്ല, എന്റെ ഉപ്പ പോലീസാ. എന്റെ ഉപ്പ ഇന്നലെ രാത്രി ഇവിടെ വന്നേ. എന്റെ ഉപ്പ പോലീസാ? ഇങ്ങോട്ടേക്ക് സ്ഥലം മാറി വന്നിട്ട് കുറച്ചായുള്ളൂ. അതാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നേ. നീ എന്തിനാ ഉണ്ണിച്ചിരിക്കുന്നേ? പോലീസാവാൻ ആളെ കിട്ടിയല്ലോ, അതുകൊണ്ട്. നിന്റെ ഉപ്പ പോലീസല്ലേ, അതുകൊണ്ട് നീ പോലീസ് ആയിക്കോ. ഞങ്ങളും മൂന്നാളും കള്ളന്മാരായിക്കോളാം. ഓക്കെ. എന്നാ ആഷി, നീ തെന്നര എണ്ണ. അപ്പോഴേക്ക് നമ്മൾ കുറച്ച് ദൂരം മാറി നിൽക്കാം. എന്നിട്ട് നീ ഓടി പിടിച്ചോ. ഓക്കെ, ഞാൻ എണ്ണ പോവാണേ. 1 2 3 4 5 6 7 8 9 10. ഞാൻ ഉണ്ണിയെ പിടിച്ചേ. ഉണ്ണി ഔട്ടായേ? ഇല്ല, ഞാൻ ഔട്ടായിട്ടൊന്നുമില്ല. നീ പിടിച്ചത് ശരിയായിട്ടൊന്നുമില്ല. ഇല്ല, ഉണ്ണി ഔട്ടായി. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ചേപ്പി ചേച്ചിനെ പിടിച്ചേ. എന്നെ എനിക്ക് പിടിക്കാൻ കിട്ടൂല. അതാ കിട്ടിപ്പോയി. അങ്ങനെ ചിഹ്നം പിടിച്ചേ. അല്ല കുട്ടികൾ, ഇതെന്തൊരു ബഹളായത്? നിങ്ങൾക്ക് അടങ്ങിയിരുന്നിട്ടുള്ള എന്തെങ്കിലും കളി കളിച്ചൂടെ? പുറത്ത് നല്ല മഴയല്ലേ അമ്മേ, പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കളിക്കുക? ഇവിടെ ബോർഡ് ഗെയിംസ് ഒന്നുമില്ലല്ലോ. അടങ്ങിയിരുന്ന് കളിക്കാൻ പറ്റിയ കുറെ കളികളുണ്ടല്ലോ. ഞങ്ങൾക്ക് കളികളൊന്നും അറിയില്ല ആന്റി. 1-2 കളികൾ ഞാൻ പറഞ്ഞു തരാം. അത് നിങ്ങൾ കളിച്ചു നോക്ക്. പിന്നെ കുട്ടികളാകുമ്പോൾ ലേശം ഒച്ചപ്പാടെല്ലാം ഉണ്ടാവും. എന്ന് വിചാരിച്ചിട്ട് ഓടിയിട്ടുള്ള കളികളൊന്നും വേണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ സൗണ്ടും ഓവറാക്കണ്ട. അമ്മ കളി പറഞ്ഞോ? ആദ്യത്തെ കളി തത്ത മൈന പ്രാവ്. അതെന്ത് കളി? നിങ്ങൾ 4 പേരില്ലേ, അതുകൊണ്ട് 4 പക്ഷികളുടെ പേര് വേണം. തത്ത, മൈന, പ്രാവ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പക്ഷിയുടെ പേര് പറ. കോഴി. നീ കോഴിയാന്ന് ഞങ്ങൾക്കറിയാം, അത് നീ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കോഴിയെങ്കിൽ കോഴി. അപ്പൊ നമ്മൾ 4 പക്ഷികളുടെ പേരെടുക്കുന്നു. തത്ത, മൈന, പ്രാവ്, കോഴി. എന്നിട്ട് നമ്മൾ ഓരോ പക്ഷികളുടെ പേരും 5-5 പീസ് കടലാസിൽ എഴുതണം. ഒരേ വലുപ്പത്തിൽ മുറിച്ച കടലാസിൽ വേണം നമ്മൾ ഈ പേര് എഴുതാൻ. എന്നിട്ട് ഈ പേപ്പർ നമ്മൾ നല്ലോണം ഷഫിൾ ചെയ്തിട്ട് എല്ലാവർക്കും 5-5 എണ്ണം വെച്ചിട്ട് വീതിക്കണം. എന്നിട്ട് നമുക്ക് വീതിച്ച് കിട്ടിയ പേപ്പറിൽ ഏതെങ്കിലും പക്ഷികളുടെ പേര് കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് കളക്ട് ചെയ്യാൻ നോക്കാം. ഇനി അങ്ങനെയല്ല, ഏതെങ്കിലും പക്ഷികളുടെ ആണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ ലാസ്റ്റ് 5 പേപ്പറിലും ഒരേ പേരായിരിക്കണം. അതുപോലെ നമുക്ക് വേണ്ടാത്ത പക്ഷിയുടെ പേര് ഒരെണ്ണം വെച്ചിട്ട് നമ്മൾ അപ്പുറത്തെ ആൾക്ക് പാസ് ചെയ്യണം. അങ്ങനെ പാസ് ചെയ്ത് ആരുടെ കയ്യിലാണോ അവസാനം ഒരേ പക്ഷിയുടെ പേര് 5 തവണ വരുന്നത്, അയാളായിരിക്കും ആദ്യം ജയിക്കുന്നത്. ഈ കളി ഞാൻ ചെറുതായിരിക്കുന്നതിന് മുന്നേ ഉള്ളതാ. എന്നിട്ടും ഇതുവരെ നിങ്ങൾ ഈ കളിനെ പറ്റി കേട്ടിട്ടില്ലേ? ഇല്ലമ്മേ, ഞങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്റെ എല്ലാം ചെറുപ്പത്തിൽ ഇങ്ങനെ ഒരുപാട് കളികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയേണ്ടതാണല്ലോ. പിന്നെ അതുപോലെ ഒരു കളിയാണ് കള്ളനും പോലീസും. അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഇപ്പൊ കളിച്ചതേ ഉള്ളൂ. ഇത് ആ കള്ളനും പോലീസും അല്ല, ഇത് നമ്മൾ പേപ്പറിൽ എഴുതി കളിക്കുന്ന കളിയാ. അതെങ്ങനെ? നിങ്ങൾ 4 പേരല്ലേ, അപ്പൊ നിങ്ങൾ കളിക്കുമ്പോൾ കള്ളനും പോലീസും രാജാവും മന്ത്രിയും വേണം. രാജാവിന് 500 പോയിന്റ്, മന്ത്രിക്ക് 250, പോലീസിന് 100, കള്ളന് 0 പോയിന്റ്. അങ്ങനെ ഈ 4 പേപ്പറും നമ്മൾ ഷഫിൾ ചെയ്തിട്ട് ഇടണം. അതിലാർക്കാണോ പോലീസിന് എഴുതിയ പേപ്പർ കിട്ടുന്നത്, അയാൾ ആർക്കാണ് കള്ളൻ എഴുതിയ പേപ്പർ കിട്ടിയെന്ന് കണ്ടുപിടിക്കണം. അങ്ങനെ ആരാണ് കള്ളനെ ശരിക്കും കണ്ടുപിടിച്ചാൽ പോലീസിന് 100 പോയിന്റ് കിട്ടും. ഇനി തെറ്റായിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ കള്ളന് ആ പോലീസിന് 100 പോയിന്റ് കിട്ടും, പോലീസിന് 0 പോയിന്റും. രാജാവിന്റെ 500ഉം മന്ത്രിയുടെ 250 ഫിക്സ് ആണ്. അവരുടെ ആ പോയിന്റ് മാറുകയൊന്നുമില്ല. അവസാനം ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നത് അവരായിരിക്കും ജയിക്കുക. കൊള്ളാലേ കളിയെല്ലാം. എന്നാ നമുക്ക് കളിച്ചു നോക്കിയാലോ? എന്നാൽ അമ്മയും കൊടുന്നു ഞങ്ങളുടെ കൂടെ കളിക്കാൻ. മക്കള് കളിച്ചോ. എനിക്ക് എന്റെ ഫോണിൽ ക്യാൻഡി ക്രഷ് ഉണ്ട്. ഇപ്പൊ ഞാൻ ലെവൽ 320 ഇനി വേഗം ചെന്നിട്ടാണ് ലെവലൊക്കെ ഇന്ന് കൂട്ടാൻ. Like, share and subscribe if you like my videos.